ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷാർജ ഷേക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. അഞ്ഞൂറ് ml കട്ടയാക്കി വെച്ചിരിക്കുന്ന പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവമ്പഴമോ ആണ്. ഞാൻ ഇവിടെ പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുക്കുക. പിന്നെ ഒരുപാട് പഴം ചേർക്കാതിരിക്കുക. പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഷേക്കിന് കൂടുതലായിട്ട് നിൽക്കുക. ഇനി ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. കാഷ്നട്ട് നിർബന്ധമായിട്ട് എടുക്കുക. അടുത്തത് ബദാമും പിസ്തയും സ്ലൈസ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, ഇല്ലെങ്കിൽ മാത്രം ഹോർലിക്സ് എടുക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കിയും എടുക്കാവുന്നതാണ്. ഷേക്കിനൊക്കെ എപ്പോഴും നല്ല കട്ടയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഷാർജ ഷേക്കിന് എപ്പോഴും കാഷ്നട്ട് നിർബന്ധമായിട്ടും ചേർക്കുക. 2 എണ്ണം ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ അളവാണ്. ഞാനൊരു 3/4 കപ്പോളം ചേർക്കുന്നുണ്ട് പഞ്ചസാര. ഇനി നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു വലിയ ഗ്ലാസ്സിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് പിസ്തയും ബദാമും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഡ്രൈ ഫ്രൂട്ട്സും ബൂസ്റ്റും ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഗ്ലാസ്സുമൊക്കെ ടച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലൊരു ഡെക്കറേഷനിൽ നമുക്ക് കിട്ടും. ഇനി ബാക്കി ഷേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതുണ്ടെങ്കിലൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ബാക്കിയുള്ള ബൂസ്റ്റ് മുകളിൽ വിതറി കൊടുക്കാം. ബദാം, പിസ്ത, ടൂട്ടി ഫ്രൂട്ടി, ചെറി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 കാഷ്നട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുക്കാം. ഒരു ചെറിയും മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സൗജന്യമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്